ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് വിരുന്നിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പങ്കെടുത്തവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തു. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. ഇത്തരത്തിലൊരു വിരുന്ന് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. അതിനെ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് താങ്കൾ കാണുന്നത്? ഇതിക്ക് മുൻപ് നമ്മൾ ഇവിടെയുള്ള ഡൽഹിയിലെ പിതാക്കന്മാർ പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട് ഇതുപോലുള്ളൊരു സംരംഭം നടത്തുക. അതിൽ നമ്മൾ പൊതുവെ വളരെ സന്തുഷ്ടരാണ്. ഈ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നേരത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആ വിഷയം പരാമർശിച്ചില്ല. അത് 2024 മധ്യത്തിലോ 2025 തുടക്കത്തിലോ മാർപ്പാപ്പ കേരളത്തിൽ വരുമെന്ന് അദ്ദേഹം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ച വഴിയിൽ പറഞ്ഞു. അത് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണെങ്കിൽ പൊതുവായിട്ട് അതെ, വളരെ കോടിയലായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയുമായിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ സഭാവിഭാഗങ്ങളിലും പെട്ട പിതാക്കന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. മലയാളികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. ഏതായാലും ഇത്തരം ഒരു വിരുന്ന് സംഘടിപ്പിക്കുക പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങൾ, സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവൻ്റായിരുന്നു ഇത്. ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു? അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഒരു മിനിറ്റ് ജോയ ലൂക്കാസ് ജോയിച്ചാനോട് വിളിക്കണം. കൂടെ വിളിക്കാം. ഒരു മിനിറ്റ് ജോയിച്ചാനോട് വിളിക്കട്ടെ. ഒരുമിച്ച് വിളിക്കാം. നമ്മുടെ പൊറിഞ്ചൂരി ജോയിച്ചാനും കൂടെ വിളിച്ചു. ബസ്സിലുണ്ട് പൊറിഞ്ചൂരി. It went really well and I'm extremely happy. ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് കോളായിരുന്നു. പക്ഷേ the way how he is communicating with everybody, how he is communicated with the Christian community is something great, and Merry Christmas to everyone. എന്താണ് പ്രധാനമന്ത്രി കായിക ഇല്ല, എനിക്കൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഞാൻ നമ്മുടെ സ്പോർട്സിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സാർ ചെയ്തു തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്മസ് ഡേയിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ ലഞ്ചിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്.